അംഗം നാളെയാണ്. ഓതേനൻ എല്ലാ ഒരുക്കങ്ങളും പയ്യമ്പള്ളി ചന്തുവിന്റെ കളരിയിൽ തന്നെ പൂർത്തിയാക്കി വെച്ചു. ചന്തുവിന്റെ പെങ്ങൾ കുഞ്ഞിമാധു ഉദയനു വേണ്ട പരിചരണങ്ങൾ ചിട്ടയോടെ നൽകി. നേരം പുലർന്നു. അംഗം കാണുവാൻ തലേ രാത്രി മുതൽക്കേ പൊന്നാനിത്തേക്ക് ആണും പെണ്ണും ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു. മതിലിനു മുകളിലും കരുപ്പുറത്തും വൃക്ഷക്കൊമ്പിലും കുടിമരത്തിലും തെങ്ങിലും പനയിലുമൊക്കെ ആളുകൾ കയറി സ്ഥാനമുറപ്പിച്ചു. ഉദയനൻ ചന്തുവും ചാപ്പനുമൊപ്പം പൊന്നിയത്ത് പല്ലക്കിറങ്ങിയപ്പോൾ ജയാരവങ്ങൾ മുഴങ്ങി. ഉദയനൻ ജയിക്കട്ടെ, ഉദയനൻ ജയിക്കട്ടെ. കോമക്കുറുപ്പ് കാത്തിരുന്നു. പല്ലക്കിറങ്ങിയ അനുജനെ അദ്ദേഹം ആശ്ലേഷിച്ചു. അനുജൻ ജ്യേഷ്ഠനെ നമസ്കരിച്ചു, ദക്ഷിണ വെച്ചു. കോമക്കുറുപ്പ് നിറകണ്ണോടെ ആ ധീരസേനാനിയെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ജയിച്ചു വാ കുട്ടി. കതിനാവിടി മുഴങ്ങി, ഒപ്പം കാഹളവും. അംഗത്തിന് സമയമായി. പോരുകാർ അങ്കത്തട്ടേക്ക് ഇറങ്ങുക, നാടുവാഴി അറിയിച്ചു. ഉദയനൻ കച്ചമുറക്കി. കാവിലമ്മയെയും കളരിപരഭദ്ര ദൈവങ്ങളെയും മതിലൂർ ഗുരുക്കളെയും മൺമറഞ്ഞ മറ്റു ഗുരുക്കന്മാരെയും ധ്യാനിച്ചു. പിന്നെ ചുരുകയും പരിചയം തൊഴുതെടുത്ത് മിന്നായം പോലെ അങ്കത്തട്ടിലേക്ക് ചാടി വീണു. പിറകെ ചിണ്ടൻ നമ്പ്യാരും. പോർവിളി മുഴങ്ങി. ആചാര പൊയ്ത്തും ആരംഭ പൊയ്ത്തും തുടങ്ങി. അംഗം മുറുകുകയാണ്. അങ്കക്കലി ഇളക്കിയ ആവേശപ്പൊയ്ത്തു തുടങ്ങി. വാൾത്താരിയും കോൽത്താരിയും അടിവാള് വെട്ടിയും വീശലും മറിഞ്ഞുവെട്ടലും തിരിഞ്ഞുവെട്ടലും കറക്കിവെട്ടലും മാറി മാറി പ്രയോഗിച്ചു. വൃക്ഷക്കൊമ്പുകളിലും മറ്റും കാഴ്ചക്കാരായി കയറിപ്പറ്റിയിരിക്കുന്നവർ ആവേശം കൊണ്ട് കൈകളിലിളക്കി തറപറ്റിയിട്ടും അവരെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ ദൂരെ നിന്ന് നോക്കിയാൽ അങ്കത്തട്ടിൽ രണ്ടറ്റത്തായി രണ്ടു വലിയ പമ്പരങ്ങൾ കറങ്ങുന്നത് പോലെ. ബാലിയേതോ സുഗ്രീവനേതോ എന്ന് ആളറിയാൻ തിരിച്ചാൻ വയ്യാത്ത രീതിയിൽ. നമ്പ്യാർ പഠിച്ചതും പഠിപ്പിച്ചതുമൊക്കെ പയറ്റി തീർന്നു. ഒന്നും അങ്ങോട്ട് ഏശുന്നില്ല. കൈകുഴിഞ്ഞും തുടങ്ങി. അപ്പോഴാണ് ഉദയനന്റെ ഒരലർച്ച. നമ്പ്യാരെ, ദാ തടുക്കാമെങ്കിൽ തടുത്തോളൂ. അത് പയ്യമ്പള്ളി പറഞ്ഞുകൊടുത്ത പുതിയൊരടവ്. നമ്പ്യാർ തല ഉയർത്തുന്നതിന് മുൻപ് തന്നെ കഴുത്തിൽ നിന്നും തല വേർപെട്ടു. ഇപ്പോൾ ഉദയനന്റെ പുടവയിൽ തെറിച്ചു വീണത് പെറ്റക്കറയല്ല, ശരിക്കും ചോര. വേർപെട്ട നമ്പ്യാർ ശിരസ് തന്റെ മുൻപിൽ കൺമിഴിയിൽ ഉദയനൊരു വലിയ പന്തിനെ എന്ന പോലെ അതിനെ കാൽ കൊണ്ട് അടുത്തേക്ക് നീക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, മാളോരെ കണ്ടോളിൻ, ഇത് പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാർ ഉദയനെ കാഴ്ചവെച്ച ചല്ലപ്പെട്ടി. ഒരു തട്ട് ആൾക്കൂട്ടത്തിന് മുകളിലൂടെ ആ തല പറന്ന് കളരിക്ക് പുറത്തു വീണു. കാത്തു നിന്നിരുന്ന ഒരു തെരുവ് നായ ഓടിയെത്തി വലിയ കൊമ്പൻ മീശയിൽ കടിച്ചു തൂക്കി അത് സ്ഥലം വിടുകയും ചെയ്തു. സാമൂതിരി രാജാവിന്റെ ഒരു ഭൃത്യൻ ഓരോലക്കീറപ്പവുമായി തച്ചോളിയിലെത്തി. കുറിപ്പ് കോമക്കുറുപ്പിനെ ഏൽപ്പിച്ചു. കുറിപ്പ് വായിച്ചു. ഉദയനൻ നമ്മെ മുഖം കാണിക്കട്ടെ എന്ന് കൽപ്പനയാണ്. കോമക്കുറുപ്പിനാകെ ഒരു പരിഭ്രമം. എന്തിനാണാവോ ഈ കൽപ്പന? പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരെ വധിച്ചതോടെ തച്ചോളി ഉദയനന്റെ പേരും പെരുമയും 10 മടങ്ങ് വർദ്ധിച്ചു. ആ ധീര യോദ്ധാവിനെ ഒന്ന് നേരിൽ കണ്ട് പരിചയപ്പെടുകയായിരുന്നു രാജാവിന്റെ ഉദ്ദേശം. ഉദയനൊരു തയ്യാറെടുപ്പോടെ സാമൂതിരി കൊട്ടാരത്തിലെത്തി രാജാവിനെ മുഖം കാണിച്ചു. നിന്നെക്കുറിച്ച് നാം ധാരാളം കേട്ടിരിക്കുന്നു. ദാ ഈ നിൽക്കുന്ന 50 പടയാളികളിൽ ഒരു 5 പേരോട് ഒരുമിച്ച് പൊരുതി നിനക്ക് ജയിക്കാമോ? രാജാവ് തന്നെ പരീക്ഷിക്കുവാൻ കരുതലോടെ കാത്തിരിക്കുകയായിരുന്നുവെന്ന് ഉദയനന് അപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം ആ പടയാളികളെ ആകെ ഒന്ന് കണ്ണോടിച്ചു. പിന്നെ പറഞ്ഞു, തമ്പുരാൻ ക്ഷമിക്കണം. തമ്പുരാൻ ചോദിച്ചതിന് മറുപടി അടിയൻ വഴിയെ പറഞ്ഞോളാം. തൽക്കാലം അടിയൻ ഒരൽപ്പം ചുണ്ണാമ്പ് തരണം. എന്തിന് ചുണ്ണാമ്പ് മാത്രമാക്കണം? വിസ്തരിച്ച് തന്നെ മുറുക്കാലോ. തൽക്കാലം ചുണ്ണാമ്പ് മാത്രം കിട്ടിയാൽ മതി. ആരവിടെ? ചുണ്ണാമ്പ് കൊണ്ടുവരട്ടെ. ചുണ്ണാമ്പ് കൊണ്ടുവന്നു. ഉദയനൻ ചുരുക കയ്യിലെടുത്ത് അതിൻ്റെ വായ്ത്തലയാകെ ചുണ്ണാമ്പ് പുരട്ടെ. പടയാളികളെ നോക്കി ഉദയനൻ പറഞ്ഞു, കരുതലോടെ നിൽക്കുക. നിന്ന നിൽപ്പിൽ ഉദയനൻ ഒന്ന് ഉയർന്നു പറഞ്ഞു, അയ്യോ എന്ന് 50 പടയാളികളുടെ കൂട്ടവിളി. എന്താണുണ്ടായത്? കൺമിഴിച്ചു നിന്ന സാമൂതിരിയോട് ഉദയനൻ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, തമ്പുരാൻ കൽപ്പിച്ച് ഈ 50 പടയാളികളുടെ കഴുത്ത് പരിശോധിക്കണം. സാമൂതിരി ഇറങ്ങി വന്ന ഓരോ പടയാളികളുടെയും കഴുത്ത് പരിശോധിച്ചു. എല്ലാവരുടെയും കഴുത്തിൽ ഒരേ സ്ഥാനത്ത് ചുണ്ണാമ്പടയാളം. സമർത്ഥൻ, നാം സമ്മതിച്ചിരിക്കുന്നു. തിരുമനസേ, അടിയൻ ഉറുമിയുമായി പാഞ്ഞപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചിരിച്ചിരുന്നുവെങ്കിൽ അങ്ങയ്ക്ക് തലയില്ലാതെ 50 പടയാളികൾ ഉണ്ടായേനെ. നീ തലയുള്ള പടത്തലവൻ തന്നെ. സാമൂതിരി ഉദയനെ കെട്ടിപ്പുണർന്നു. പിന്നെ കയ്യിലെ സ്വർണ്ണ കാപ്പൂരി ഉദയന് നൽകി. എൻ്റെ ഒരു ചെറിയ സമ്മാനം. തച്ചോളി തറവാട്ടിന് കരമൊഴിയായി കുറെ വസ്തുക്കൾ നൽകുവാൻ ഉത്തരവായി. സാമൂതിരി പറഞ്ഞു, നീ തച്ചോളി തറവാട്ടിന് മാത്രമല്ല കടത്തനാട്ടിനും ഈ രാജ്യത്തിനും അഭിമാനം തന്നെ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാവിൽ ചത്തോത്തമ്മയ്ക്ക് ഒരു മോളേ ഉള്ളൂ, കുഞ്ഞിക്കൊങ്കി. അവളേക്കാൾ ഒരു സുന്ദരി ആ ദേശത്തോ മറുദേശത്തോ ഈ മാനത്തെങ്ങും പൊട്ടി വീഴണം. കുഞ്ഞിക്കൊങ്കിക്കോ മധുര 17 എത്തിയിട്ടില്ലാതാനും. വീരശൂരനും നാട്ടിൽ രാജാവിനെ പോലെ തിരുവായ്ക്കല്ലാതില്ലാത്തവനുമായ
തച്ചോളി ഉദയനന് തൻ്റെ പൗരുഷത്തിനൊത്ത സൗന്ദര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലെ തരുണീമണികൾ അവരുടെ ഭാവവീരനായി ഉദയനനെ സ്വപ്നം കണ്ടു തുടങ്ങിയാൽ അത്ഭുതമൊന്നുമില്ല. കുഞ്ഞിക്കുങ്കി ഒരു രാത്രി സ്വപ്നത്തിൽ നിന്നുണർന്ന് അമ്മയെ വിളിച്ചു. അമ്മ തിടുക്കത്തിൽ കാര്യമന്വേഷിച്ചു. അമ്മേ, എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് തച്ചോളി ഉദയനായിരിക്കും. ഇത് സത്യം. ഇതെന്താ ഈ പാതിരായിക്ക് നിനക്ക് ഇങ്ങനെ തോന്നുവാൻ? കാവിലമ്മ ഉദയനെ ചുരുക പരിചയോടെ സ്വപ്നത്തിൽ എനിക്ക് കാണിച്ചു തന്നു. വെറുതെ ഭ്രാന്ത് പറയാതെ കിടന്നുറങ്ങി നോക്കൂ പെണ്ണെ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. ചാത്തോത്തമ്മ മക്കൾക്ക് വേണ്ടി ഇതിനകം പല ആലോചനകളും നടത്തിയിരിക്കുന്നു. അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ രഹസ്യം ഇപ്പോഴാണ് അവർക്ക് ബോധ്യമായത്. അവളോട് നേരിട്ട് വിവാഹാഭ്യർത്ഥന നടത്തിയവർ അവളുടെ ആട്ടുകേട്ട് തലയും കുനിച്ചു പോവുകയായിരുന്നു. കുഞ്ഞിക്കുങ്കി പിന്നെ പകലും ഉദയനെ സ്വപ്നം കണ്ടു. അങ്ങനെ കുറേ നാളുകൾ നീങ്ങി. കുഞ്ഞിക്കുങ്കിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞിരുന്ന പുരുഷന്മാർ അവളുടെ ഉറച്ച തീരുമാനത്തിൽ ഞെട്ടി. അവളെ ഉദയനൻ തട്ടിയെടുക്കാതിരിക്കുവാൻ ചിലർ കരുക്കളും നീക്കി. ഉദയനൻ കണ്ടിട്ടില്ലാത്ത കുഞ്ഞിക്കുങ്കി കാക്കക്കറമ്പിയും അരിവാൾ കുനിയും ചക്കച്ചുളപ്പുമുള്ള ഒരു പേത്തലിച്ചയാണെന്നും പറഞ്ഞുണ്ടാക്കിയ ഒരു നുണ ഉദയന്റെ കാതിലെത്തി. ഇതൊന്നും അറിയാതെ ഒരു ദിവസം ചാത്തോത്തമ്മ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി തച്ചോളി തറവാട്ടിൽ മകൾക്ക് വേണ്ടി ആലോചനമായി കയറി ചെന്നു. ചാത്തോത്ത് തറവാടും ഒരു കാലത്ത് തച്ചോളി തറവാട് പോലെ പേരും പെരുമയും നിലനിന്നിരുന്ന തറവാട് തന്നെ. ഇപ്പോൾ പുരുഷ സന്തതി അന്യം നിന്നുപോയി. എങ്കിലും ധനസ്ഥിതിക്കോ ഭൂസ്ഥിതിക്കോ കുറവൊന്നും വന്നിട്ടില്ല. മകളെ ഉപദേശിച്ച് മനസ്സു മാറ്റുവാൻ അമ്മ കുറേ ശ്രമിച്ചതാണ്. മകൾ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അമ്മയ്ക്ക് വഴങ്ങേണ്ടി വന്നു. ഒറ്റ മോളല്ലേ. മകൾ പിടിച്ചതും വെറും കൊമ്പിലല്ലോ, പുളിങ്കൊമ്പിൽ തന്നെ. ഉദയൻ അന്നവിടെ ഉണ്ടായിരുന്നില്ല. കോമക്കുറുപ്പ് ചാത്തോത്തമ്മയെ സ്വീകരിച്ചിരുത്തി. അവർ പലതും പറഞ്ഞ് ഒരുമിച്ചിരുന്ന് വെറ്റില മുറുക്കി. ചാത്തോത്തമ്മ മകളുടെ ആലോചനക്കാര്യം കോമക്കുറുപ്പിനോട് പറഞ്ഞു. കോമക്കുറുപ്പിന് സന്തോഷമേ തോന്നിയുള്ളൂ. എങ്കിലും ഉദയൻ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് അവനോടൊരു വാക്ക് ചോദിച്ച ശേഷം മറുപടി അങ്ങോട്ട് അറിയിക്കാമെന്ന് കുറുപ്പും വാക്കും കൊടുത്തു. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. മാണിക്കോത്ത് നിന്ന് ഒരു മറുപടിയും വന്നില്ല. മോളുടെ ഉറക്കം കിട്ടും. അവൾ അമ്മയെ വീണ്ടും അങ്ങോട്ട് തള്ളിവിട്ടു. അന്ന് ഉദയനൻ അവിടെ ഉണ്ടായിരുന്നു. ഉദയനൻ തന്നെ ചാത്തോമ്മയെ സ്വീകരിച്ചിരുത്തി. മുറുക്കാൻ തട്ടും മുൻപിൽ വെച്ചു. അവർ തൃപ്തിയോടെ ഒന്ന് മുറുക്കിയ ശേഷം ഉദയനനോട് തൻ്റെ ആലോചനയ്ക്കുള്ള മറുപടി ആരാഞ്ഞു. ചാത്തോത്തമ്മേ, ഉദയനൻ പറഞ്ഞു, പേരും പെരുമയുള്ള ഒരു പുരുഷനെ പെണ്ണുങ്ങൾ കൊതിക്കുക സ്വാഭാവികം. കൊതിക്കുന്നവൾ സുന്ദരികളും അല്ലാത്തവരും ഉണ്ടാകും. എങ്കിലും തച്ചോളി ഉദയനൻ കാക്കക്കറുപ്പുള്ള ചക്കച്ചുള പല്ലുള്ള ഒരു പേത്തല അരിവാൾ കൂനി പെണ്ണിനെ ഇങ്ങനെ കെട്ടണമെന്നാണോ? ഇത്ര വാശി എന്താണിത്? ചാത്തോത്തമ്മ ഒരു ഞെട്ടലോടെ ചാടി എണീറ്റു. അവരിൽ അഭിമാനമുണർന്നു. ചാത്തോത്ത് തറവാട്ടമ്മയുടെ മുഖത്ത് തുപ്പിയിരിക്കുകയാണെന്ന് തച്ചോളി തറവാട്ടുക. മകളുടെ അതിമോഹത്തിന് തനിക്ക് മുതലും പലിശയും ചേർത്ത് കിട്ടിയിരിക്കുന്നു. അവർ മുറ്റത്തിറങ്ങി നീട്ടിയൊന്ന് തുപ്പി. കോമക്കുറുപ്പ് പുറത്തേക്ക് വന്ന് എന്തോ പറയുവാൻ തുടങ്ങിക്കാണിക്കുമ്പോഴേക്കും ചാത്തോത്തമ്മയുടെ ആട്ട് കേട്ട് സ്തബ്ധനായി. എന്നാൽ തച്ചോളിക്കാർ കേട്ടോളി. അവർ പറഞ്ഞു, കാക്കയെപ്പോലെ കറുത്ത അരിവാള് പോലെ വളഞ്ഞ ചക്കച്ചടപ്പില്ലാത്ത കുഞ്ഞിക്കുങ്കി കാവിൽ ചാത്തോത്തമ്മയുടെ മോളാണെങ്കിൽ അവൾ അർജുനനെ പോലെയുള്ള തച്ചോളി ഉദയനെ കൊതിച്ചത് തെറ്റി. അവളെ ഇനി വല്ല കൊപ്രാപുരയിലും കാക്കയെ കെട്ടുവാനും ഇരുത്തിയാലും തച്ചോളി തറവാർക്ക് കൊടുക്കില്ല. ഒന്നുകൂടെ നീട്ടിത്തുപ്പി ചാത്തോത്തമ്മ ഇറങ്ങി നടന്നു. അമ്മ മടങ്ങി വന്നിട്ടും കമാന്ന് മിണ്ടാതിരിക്കുന്നത് കണ്ട കുഞ്ഞിക്കുങ്കിക്ക് സഹിയിട്ടു. അവൾ ചോദിച്ചു, തച്ചോളിയിൽ പോയി വന്ന അമ്മയ്ക്കെന്താ മിണ്ടാട്ടവുമില്ല ഉരിയാട്ടവുമില്ലാത്തത്? മരോട്ടിക്കായി തിന്ന കാക്കയെ പോലെയാണല്ലോ. ഥൂ, മക്കൾക്കും കിട്ടിയ ഒരാട്ട്. അതേടി, ഈ കാക്ക മരോട്ടിക്കത്ത് തിന്നിച്ചു വരിക. നീ പെന്നെ പെറ്റ കാക്കയായി പോയോടി ഞാൻ. മകൾ വായും പൊളിച്ച് നിന്നപ്പോൾ അമ്മയ്ക്ക് കലി കയറുകയായിരുന്നു. എടീ കാക്ക കറമ്പി, കോമ്പല്ലി, അരിവാൾ കൂനി, നിനക്ക് തച്ചോളി ഉദയനെ തന്നെ കെട്ടണമല്ലേ? വാങ്ങി വെച്ചേരെ ആ വെള്ളം. ആ അമ്മ പൊട്ടിക്കരഞ്ഞു. തന്നെക്കുറിച്ച് ഉദയനൻ പറഞ്ഞ ആക്ഷേപ വാക്കുകൾ അറിഞ്ഞ് കുഞ്ചിക്കുങ്കിയുടെ മനസ്സ് നേറി. അയാൾക്ക് അമ്മയുടെ മുഖത്ത് നോക്കുവാൻ എങ്ങനെ പറയുവാൻ സാധിച്ചു എന്ന് അവൾ ചോദിച്ചു. അവൾ മുഖം പൊത്തി അകത്തേക്ക് ഓടി. കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് തേങ്ങിക്കരഞ്ഞു. ചാത്തോത്തമ്മ ഒന്ന് തണുത്തു. അവർ അകത്ത് ചെന്ന് മകളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോളെ കാക്കക്കറമ്പിന്ന് ആക്ഷേപിച്ച തച്ചോളി ഉദയൻ്റെ കണ്ണുപൊട്ടി. മകളമ്മയുടെ വായു പൊത്തി. അമ്മ ഇതിൽ എന്താ ചതിയുണ്ട്? ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം ഉദയനൻ ചാപ്പനുമൊത്ത് ഒരു കുളിക്കടവിനടുത്തുനിന്ന് നടന്നു വരികയായിരുന്നു. തോഴിമാരുടെ അകമ്പടിയോടെ ഒരു സുന്ദരി മുടിയലച്ചിട്ട് മുലക്കച്ച കെട്ടി കുളിക്കടവിലേക്ക് ഇറങ്ങുന്നു. ചാപ്പ, ആ കുളിക്കടവിലേക്ക് ഇറങ്ങുന്ന സുന്ദരി ഏതാ? ചാപ്പൻ കൈമലർത്തി. ഇതിനകം അവൾ പടവ് കയറി ചെന്ന് കാൽ കണ്ട് വെള്ളത്തിൽ മെല്ലെ ഉലച്ചു. തോഴിമാർ താളം പയിച്ചു തുടങ്ങി. അവളുടെ ചുരുൾമുടിയും വടിവത്ത ചുമലും അരക്കിട്ട് ഉദയനെ വല്ലാതെ കൊതിപ്പിച്ചു. ചാപ്പ, ഇവൾ ആരാണെന്ന് ആരോടെങ്കിലും ഒന്ന് വേഗം തിരക്കി വരിക. ചാപ്പൻ അതിലെ വന്ന ഒരാളോട് കാര്യങ്ങൾ തിരക്കി. മടങ്ങി ഉദയനെ അറിയിച്ചു. അത് കാവിൽ ചാത്തോത്തമ്മയുടെ ഒരേ ഒരു മോൾ കുഞ്ഞിക്കുങ്കി. ഉദയൻ്റെ ഉള്ളിൽ 1000 കുള്ളിമാൻ പാറി. പിന്നെ ശിരസ് കുനിഞ്ഞു. ഈശ്വര, എന്തൊരപരാധമാണ് ഞാൻ വരുത്തി വെച്ചത്.
ഈ പാപം എങ്ങനെ കഴുകിക്കളയും? എന്തെങ്കിലും കേട്ടാൽ നിജസ്ഥിതി ബോധ്യപ്പെടുത്താതെയുള്ള തൻ്റെ പെരുമാറ്റത്തെ ഉദയനൻ സ്വയം പഠിച്ചു. തന്നെ മനസ്സാ പൂജിച്ച് സ്വന്തം ആഗ്രഹം അറിയിക്കുവാൻ പെറ്റമ്മയെ തന്നെ പറഞ്ഞയച്ച് ഈ മാലാഖയെയാണല്ലോ താൻ നിന്ദിച്ചത്. ഇവളെ തന്നെ ഭാര്യയാക്കി എനിക്ക് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. ചാപ്പ, നീ അങ്ങോട്ട് ചെന്ന് അവളോട് കുറിച്ച് താളി ചോദിച്ചിട്ട് വാ. ചാപ്പൻ അങ്ങോട്ട് ചെന്നു. തോഴിമാരിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച കുഞ്ഞിക്കുങ്കി കരുതലോടെ ഇരുന്നു. കുറച്ച് താളി. ചാപ്പൻ പറഞ്ഞു. ആർക്ക്? തച്ചോളി ഉദയനക്കുറുപ്പിന്. ഈ താളി തച്ചോളി ഉദയനക്കുറുപ്പിന്റെ തലയിലെ മെഴുകി കിളക്കുന്നതല്ല. ഇത് കാവിൽ ചാത്തോത്തമ്മയുടെ മകൾ കുഞ്ഞിക്കുങ്കിയുടെ ഈ പേത്തലയ്ക്കേ പറ്റൂ. തച്ചോളി കുറുപ്പന്മാർക്ക് മെഴുക്കാൻ പോക്കുവാൻ അമ്മ പെങ്ങന്മാരെ കൊണ്ട് വേറെ താളി എടുപ്പിക്കുന്നതാ വേണ്ടത്. ചെന്ന് പറഞ്ഞേരെ. അവൾ ഒരു കവിൾ വെള്ളവും എടുത്ത് നീട്ടിത്തു. പിന്നെ കുളത്തിലേക്ക് ഇറങ്ങി നീന്തി തുടിച്ചു. കുഞ്ഞിക്കുങ്കി കൊടുത്ത താളി വേരുകളില്ലാതെ തന്നെ ചാപ്പൻ ഉദയനന് കൈമാറി. ഉദയനൊന്ന് കുനിഞ്ഞ് ചാപ്പനുമൊത്ത് തിരിഞ്ഞു നോക്കാതെ നടന്നു. ഉദയനനിപ്പോൾ ഊണിലും ഉറക്കത്തിലും ഒരേ ഒരു ചിന്ത. എന്നെങ്കിലും ഒരു ദിവസം ചത്തോത്തെ കുഞ്ഞിക്കുങ്കി പയച്ച താളിൽ തൻ്റെ തലയിലെ മെഴുകിക്കളയ്ക്കുവാനാകുമോ? കുളിക്കടവിലെ സംഭാഷണത്തിന് ശേഷം കുഞ്ഞിക്കുങ്കിയുമില്ല ശരിക്കുള്ള ഉറക്കം. പറഞ്ഞത് മുഖമടച്ചാണെങ്കിലും കണ്ണടച്ചാലും തെളിയുന്ന പൗരുഷമുള്ള ആ മുഖം മറക്കുവാൻ അവൾക്കും സാധിക്കുന്നില്ല. ഉദയനൻ്റെ മനസ്സ് വായിച്ച ചാപ്പൻ ചില തീരുമാനങ്ങളെടുത്തു. ആലോചിച്ചത് അല്പം കടന്നു കയ്യാവല്ലേ എന്ന തോന്നലുമായിരുന്നു. എങ്കിലും കാര്യം നേടുവാൻ അത് കൂടിയേ തീരുമെന്ന് ചാപ്പൻ ഉറപ്പിച്ചു. ഒരു ദിവസം നട്ടുച്ചയ്ക്ക് ചാപ്പൻ ചാത്തോത്ത് പടിപ്പുര കടന്നു ചെന്നു. ചാത്തോത്തമ്മ ഊണ് കഴിഞ്ഞ് വെറ്റില മുറുക്കി പൂമുഖപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. തച്ചോളി വീട്ടിൽ കയറിയിട്ട് ചെല്ലുന്ന പാണനെ പോലും ചാത്തോത്തമ്മ ചൂലുകാട്ടി വിരട്ടിവിടുകയാണ് ഇപ്പോൾ പതിവ്. അത്രയ്ക്കുണ്ട് അവരുടെ പക. ചാപ്പനെ മുറ്റത്ത് കണ്ടപ്പോഴേ അവർ വേണ്ടെങ്കിലും ഒന്ന് നീട്ടിത്തുപ്പു. അമ്മേ, ഇങ്ങനെയുണ്ടോ ഒരു ചൂട്? ചാത്തോത്തമ്മേ, നാവ് താഴുന്നു. ഇത്തിരി സംഭാരം. കൈവാക്കിന് വന്നു കിട്ടിയ തച്ചോളിക്കാരൻ 4 വർത്തമാനം കേൾപ്പിക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അവൻ്റെ ഒടുക്കത്തെ ഒരു ദാഹം. ശത്രുവാണെങ്കിലും വീട്ടുപടിക്കൽ വന്ന് കുടിക്കുവാൻ വെള്ളം ചോദിക്കുന്നവനെ ആട്ടുന്നത് തറവാട്ട് മഹിമയല്ല. അവർ അകത്ത് ചെന്ന് വെള്ളിക്കിണ്ടി നിറയെ സംഭാരവുമായി വന്നു. അത് ചാപ്പൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഇന്നാ കുടിച്ച് ചാവ് എന്ന മുഖഭാവം. ചാപ്പൻ വാങ്ങി സംഭാരം മുഴുവൻ കുടിച്ചു. ആവും എൻ്റെ ചാത്തോത്തമ്മി, ആ തച്ചോളി വീട്ടുകാർ ചാപ്പനോട് ഇങ്ങനെ പെരുമാറിയല്ലോ. തച്ചോളി വീടുമായി ചാപ്പൻ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണെന്ന സൂചന. ചാത്തോത്തമ്മയ്ക്ക് ഇനി മുഴുവൻ കേൾക്കണം. ചാപ്പൻ ഈ തുടിക്കലോട്ട് ഇരിക്കെ. ചാപ്പൻ ഇരുന്നു. എന്താ ചാപ്പ, തച്ചോളിക്കാർക്ക് ഇപ്പോൾ വെപ്പും കുടിയും ഒന്നുമില്ലേ? നിന്നെ അവർ അവിടെ നിന്ന് ഇറക്കി വിട്ടോ? എൻ്റെ ചാത്തോത്തമ്മയെ കേൾക്കണം. ചാപ്പൻ ഉത്സാഹത്തോടെയെങ്കിലും അവശത വരുത്തി പറഞ്ഞു തുടങ്ങി. എല്ലുമുറിയെ പണി ചെയ്താൽ തല്ലും തൊഴിയും കൂലി. അതായിപ്പം ചാപ്പന് വന്നുപെട്ടത്. ദാ അമ്മേ നോക്ക്. മുതുകിലും കൈകളിലും അടികൊണ്ട് തിണർത്തതെന്ന് തോന്നുന്ന പാടുകൾ ചാപ്പൻ കാണിച്ചു. അമ്മയ്ക്ക് ബോധ്യമായോ? നന്നേ പൂശിയിരിക്കണല്ലോ. ആ, ഉദയനെ സേവിച്ചത് നല്ല കൂലി കിട്ടിയമ്മേ. ചാപ്പന് മതിയായി. ഇനി തച്ചോളിയിലെ പഴി ചാപ്പൻ ചവിട്ടില്ല. ശിവശിവ, തച്ചോളിക്കാർ കുബേരൻ്റെ താഴ്വരിക്കാരല്ലേ? രതിൻദേവൻ്റെ മച്ചമ്പീമാരല്ലേ? എന്നിട്ട് സ്വന്തം കൂടപ്പിറപ്പിനെ ഇതാ തല്ലിയിരിക്കുന്നു. എടാ ചാപ്പ, ഉദയനോട് പിണങ്ങിപ്പോകുന്നതാണെന്ന് കേട്ടപ്പം ചാപ്പൻ്റെ തൻ്റെ കൂടെ നിർത്തിയാൽ തച്ചോളിക്കാരോട് ഒരു പക പോക്കാമെന്ന് ചത്തോത്തമ്മയ്ക്ക് തോന്നി. നിനക്കിവിടെ നിൽക്കാമോ? ഇവിടെ ഒരു കാര്യസ്ഥൻ്റെ കുറവുണ്ട്. വേണ്ടമ്മേ, വേണ്ട. ആ തച്ചോളിക്കാരറിഞ്ഞാൽ ഇവിടെ വന്ന് തല്ലും. ചാപ്പനിനി ഈ ദേശത്തെ തങ്ങുന്നില്ല. നാട് വിട്ട് പോവാമെന്നാ വിചാരം. പിന്നെ അമ്മ വിഷമിക്കേണ്ട. അമ്മയ്ക്ക് പറ്റിയ ഒരാൾ എൻ്റെ കൈവശമുണ്ട്. ആരാവൻ? ഒരു പൊട്ടനാണമ്മേ, തച്ചോളി പൊട്ടൻ. തച്ചോളിയിൽ ഒരു പൊട്ടനുമുണ്ടോ? അമ്മ വിചാരിക്കും പോലെ എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടനൊന്നുമല്ല. കണക്കും വഴിയും നന്നായിട്ട് അറിയുന്നവൻ. കാര്യസ്ഥനാണെങ്കിൽ അവൻ കാര്യസ്ഥൻ. കിണറ്റിലിറങ്ങാൻ പറഞ്ഞാൽ അതും ചെയ്യും. വെള്ളം കോരും, പശുവിനെ തീറ്റും, വിറക് കയറും. അമ്മയ്ക്ക് പിന്നെ വേറെന്ത് വേണം? എന്നാ ശരി, കൊണ്ടുവാ. നാളെ സന്ധ്യയ്ക്ക് പൊട്ടനെ ഇവിടെ എത്തിച്ചിട്ട് ചാപ്പൻ പോകും. ചാപ്പൻ ചാത്തോത്തമ്മയ്ക്കൊന്നും തരണ്ട. അടുത്ത ദിവസം സന്ധ്യയ്ക്ക് ഒരു പൊട്ടനെയും കൂട്ടി ചാപ്പൻ ചാത്തോത്തമ്മയുടെ വീട്ടിലെത്തി. പൊട്ടൻ ചാത്തോത്തമ്മയെ നോക്കി ചില ഗോഷ്ടി കാണിച്ചു. ചാത്തോത്തമ്മ കേൾക്കണം. ചാപ്പൻ പൊട്ടനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. ഇവൻ തച്ചോളി വീട്ടിൽ എന്നോ ഒരു ദിവസം വന്നു പറ്റി. ഇപ്പം അവനും എൻ്റെ ഗതിയായി. കലികാലം കലികാലം. ഇപ്പം ഇത് അമ്മയുടെ ഒരു ഭാഗ്യം തെളിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. പുറത്തേക്ക് ഇറങ്ങി വന്ന കുഞ്ഞിക്കുങ്കി പൊട്ടൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ചപ്പറ മുടിക്കും ചെമ്പൻ താടിക്കും ഇടയിൽ കണ്ട തിളക്കമുള്ള കണ്ണുകളിൽ ഒരു കള്ളനോട്ടം. ഈ കണ്ണുകൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഏയ് അല്ല അമ്മ, അവൾ പറഞ്ഞു. കണ്ട പൊട്ടനെയും കെട്ടനെയും ഒന്നും പിടിച്ച് വീട്ടിൽ കേട്ടരുത്. കള്ളക്കൂട്ടങ്ങളുടെ കാലമാണ്. അയ്യോ കുഞ്ഞെ, ഇത് വെറും പൊട്ടനല്ല, തച്ചോളി പൊട്ടനാണ്. ചാപ്പൻ അങ്ങനെ പറഞ്ഞപ്പോൾ പൊട്ടൻ തലയാട്ടി. പിന്നെ അവൻ സ്വയം ജോലിയിൽ പ്രവേശിച്ചു. കാടിക്കലത്തിലേക്കൊന്ന് കുനിഞ്ഞു നോക്കി. കന്നാലുകളുടെ വാൽ പിടിച്ച് വളച്ച് ഓരോ തട്ടുവെച്ചു കൊടുത്തു. ഓടിച്ചെന്ന് കിണറിൻ്റെ ആഴം നോക്കി. പിന്നെ തെങ്ങിൻ്റെ പൊക്കവും നോക്കി. കൊള്ളാം, പൂർത്തിക്കാരൻ. ചാത്തോത്തമ്മയ്ക്ക് തൃപ്തിയായി. കാവിൽ ചാത്തോത്ത് വീട്ടിൽ ഇങ്ങനെ ഒരു തൻ്റെ കുറവുണ്ട്. ചാപ്പൻ ചുമ്മാ തമാശ പറഞ്ഞതാണെന്ന് ചാത്തോത്തമ്മയ്ക്ക് കരുതിയോ? എന്നാൽ 2000 കയറിയിരിക്കെ ചോറ് വിളമ്പാം.
രണ്ടാൾക്കും വരാന്തയിൽ ഇലയിട്ട് ചോറ് വിളമ്പി. ഉരുളയൂട്ടുമ്പോൾ പൊട്ടന്റെ കൈ വെള്ളയിലെ കായ്പുകൾ അമ്മയും മകളും ശ്രദ്ധിച്ചു. വെള്ളം കോരിയും വിറക് കീറിയതുമൊക്കെയും. ഊണ് കഴിഞ്ഞ് കൈ കഴുകിയ ശേഷം ചാപ്പൻ പറഞ്ഞു, അമ്മേ, പൊട്ടൻ വരാന്തയിലെങ്ങാനും കിടന്നോളൂ. ഞാൻ ഇന്നത്തേക്ക് പടിപ്പുരയിൽ കിടന്ന് കാലത്തേ പോകാം. അമ്മ പൊട്ടന് പായും തലയും കൊടുത്ത ശേഷം കഥ അടച്ച് കിടന്നു. കുഞ്ഞിക്കുങ്കിന്ന് ഉറക്കം വന്നതേയില്ല. റാന്തൽ പകുതി തിരിതാഴ്ത്തി പാതിവാതിൽ ചാരി പുറത്തെ നിലാട്ടം നോക്കി അവൾ വെറുതെ കിടന്നു. എപ്പോഴും ഒന്ന് മയങ്ങി. ആരോ തൻ്റെ ചുമലിൽ തലോടുന്നു. ആ കൈ തൻ്റെ മാറിലൂടെ താഴേക്കിറങ്ങി അരക്കെട്ടിൽ മുറുകുന്നു. അവൾ ഞെട്ടി ഉണർന്നു. ഊക്കിനൊരു തട്ടുകൊടുത്ത ശേഷം ചാടി എണീറ്റ് റാന്തൽ തിരിതെളിച്ചു. ഉറക്കെ നിലവിളിക്കുവാനിറങ്ങിയ അവളുടെ അടുത്തേക്ക് കൃത്രിമ മുടിക്കെട്ടും താടിയും പറിച്ചു മാറ്റിയെറിഞ്ഞ് തച്ചോളി പൊട്ടൻ ചെന്ന് അവളുടെ വായ് പൊത്തി. ക്ഷമിക്കണേ, ഈ പൊട്ടന് മാപ്പ് തരണേ. എല്ലാം ആരോ പറഞ്ഞു കേട്ട് വിശ്വസിച്ചു പോയതുകൊണ്ട് പറ്റിപ്പോയതാണ്. നീ കൊതിപ്പിച്ച നിന്നെ കൊതിച്ചു മാത്രം പൊട്ടൻ വേഷം കെട്ടിയ തച്ചോളി ഉദയനെക്കുറിപ്പാണ് ഞാൻ. കുഞ്ഞു കുമ്പി മാപ്പ് തരണം. അവളുടെ മുഖമുയർത്തി അവൾ കവിൾ തഴുകി. ശൂരനായ ഉദയൻ എന്തിന് പേത്തല പെണ്ണിനെ കാണുവാൻ പൊട്ടൻ വേഷം കെട്ടി? അതിന് മറുപടി ഒരു ചുംബനം. അവൻ പറഞ്ഞു, നിന്റെ അമ്മയുടെ നാവിൻ മുന്നിൽ വാളും പരിചയം തോൽക്കുമെന്ന് നിനക്കറിയരുതോ? ആരാ അവിടെ ചിലക്കണത്? പൊട്ടനായിരിക്കും ഉറക്കത്തിൽ. പൊട്ടനെ നാവടക്കുവാൻ മേലല്ലോ. പിന്നെ ആരാ? ചാത്തോത്തമ്മ വിളക്ക് തെളിച്ച് വരാന്തയിലെത്തി. അവിടെ പൊട്ടനുമില്ല, ചട്ടനുമില്ല, പായും തലയണയും മാത്രം. ഇവൻ പിന്നെ ഇവിടെ. അമ്മയ്ക്ക് സംശയമായി. അവർ വിളക്കുമായി മകളുടെ മുറിക്കകയിലേക്കെത്തി. വാതിൽ ഭദ്രം. അടക്കി പിടിച്ച സംസാരമകത്ത്. മോളെ കുങ്കി, ആരാകത്ത്? അമ്മ, ഇവിടെ പൊട്ടൻ കയറി. പൊട്ടനോ? അതെ, ഇപ്പം പൊട്ടനല്ല, തച്ചോളി ഉദയൻ. ഞാൻ എന്തു വേണം? അമ്മ പറയും പോലെ. എടാ ചതിയൻ ചാപ്പ. അമ്മ പടിപ്പുരയിലേക്ക് ഊതിച്ചു. അമ്മയെ ചാപ്പൻ പടിപ്പുരയ്ക്കകത്തില്ല, തട്ടും പുറത്ത്. നിന്നെ കാനപ്പാമ്പ് കടിക്കുമെടാ ദുഷ്ട. ചാപ്പനത് വേണം. തച്ചോളി ഉദയനെ മോൾക്ക് കൊണ്ടുകൊടുത്തില്ലേ? ചാപ്പൻ ഉറക്കെ ചിരിച്ചപ്പോൾ ചാത്തോത്തമ്മയും ചിരിച്ചുപോയി. കൊതിച്ചവനെ കാൽക്കൽ വരുത്തി തൊഴിയിപ്പിച്ച് മാപ്പ് പറയിപ്പിച്ച് മോളെക്കുറിച്ച് അമ്മയ്ക്ക് അഭിമാനം തോന്നി. വിധിച്ചത് തന്നെ കൊതിച്ചുവെന്ന് വരും, കൊതിച്ചത് വിധിച്ചില്ലെന്നും വരും. അവർ ആരോടൊന്നില്ലാതെ പറഞ്ഞു. വിധിപ്രകാരം ഉദയനും കുഞ്ഞിക്കുങ്കിയും വിവാഹിതരായി തച്ചോളി മാണിക്കോത്തേക്ക് താമസവും മാറ്റി.